നിങ്ങൾ കടം വാങ്ങണോ അല്ലെങ്കിൽ നിങ്ങൾ കടം വാങ്ങട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഉത്തരം മിക്കവാറും കടം പരമാവധി വാങ്ങരുത് എന്നായിരിക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് കടം വാങ്ങേണ്ടതായിട്ട് വരും അല്ലേ? ഏതൊക്കെ കടങ്ങൾ വാങ്ങാം, ഏതൊക്കെ കടങ്ങൾ വാങ്ങരുത്, കടം വാങ്ങുമ്പോൾ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ വീഡിയോ. ഇതുപോലെ ആഴ്ചയിൽ 3 വീഡിയോകൾ പേഴ്സണൽ ഫിനാൻസിൻ്റെ വിവിധ കാര്യങ്ങളെ പറ്റിയിട്ട് ഞായർ, ചൊവ്വ, വ്യാഴം തീയതികളിലായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്ന റുപ്പി മംഗൾ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കി തരാനും നമ്മളുടെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയുന്നത് കടം എങ്ങനെയൊക്കെ വാങ്ങാം അല്ലെങ്കിൽ കടം എങ്ങനെയൊക്കെ വാങ്ങാതിരിക്കാം, ഏതൊക്കെ തരം കടങ്ങൾ നല്ലതാണ്, ഏതൊക്കെ തരം കടങ്ങൾ വാങ്ങരുത്, അതുപോലെ എന്തിനൊക്കെ കടങ്ങൾ വാങ്ങാം, എന്തിനൊക്കെ കടങ്ങൾ വാങ്ങരുത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പലർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. വളരെയധികം എളുപ്പത്തിൽ കടം കിട്ടാനുണ്ട് അല്ലേ? ഇപ്പോൾ ഓൺലൈൻ ആപ്പുകളൊക്കെ ആ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയായി. ഓൺലൈൻ ലോൺ സൈറ്റുകൾ. പക്ഷേ പൈസ വരും, പിറ്റേ ദിവസം തിരിച്ചടച്ചാൽ പോലും 20-30% ഒക്കെ നമ്മൾ അതിൻ്റെ പലിശയും കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തെരുവിളിയായി, ചീത്തവിളിയായി, കൂട്ടുകാരുടെ മൊബൈലിലേക്ക് മെസ്സേജുകളായി, ബന്ധുക്കളുടെ മൊബൈലിലേക്ക് മോർഫ് ചെയ്ത ചിത്രങ്ങളായി, അങ്ങനെ നമ്മളെ ഒരു വഴിക്കാക്കിയിട്ട് നമ്മളുടെ എങ്ങനെയെങ്കിലും പൈസ പിടിങ്ങിയെടുക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. അതുകൊണ്ട് കടം കിട്ടുക എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒരു ബുദ്ധിമുട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. കടം കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അങ്ങനെ കിട്ടുന്ന കടം അപകടമാവും എന്നുള്ളത് തന്നെയാണ് റുപ്പി മംഗിൻ്റെ അഭിപ്രായം. പക്ഷേ അപകടമാവാത്ത തരത്തിലുള്ള കടങ്ങളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപകടമാവാത്ത തരത്തിലുള്ള കടങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വെൽത്ത് ബിൽഡിങ്ങിനെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും കടങ്ങൾ എടുക്കുമ്പോൾ അത്തരം അപകടകരമല്ലാത്ത കടങ്ങൾ നമ്മൾക്ക് യോജിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ലെവലിലുള്ള കടങ്ങൾ എടുക്കുക എന്നുള്ളത് എപ്പോഴും നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യമേ ഞാൻ പറയാൻ പോകുന്നത് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ കടമെടുക്കരുത് എന്നാണ് നമ്മൾ പറയുക. അതായത് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ദൈനംദിന ആവശ്യത്തിനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കടം ഒരിക്കലും എടുക്കരുത് എന്നാണ് പറയുക. അതായത് നമ്മളുടെ വീട്ടിൽ അരി വാങ്ങണം, പരിപ്പ് വാങ്ങണം, പച്ചക്കറി വാങ്ങണം, അതിനായിട്ട് നമ്മൾ കടം മേടിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് നിർത്താനായിട്ട് നമുക്ക് പറ്റില്ല. എന്താണ്, നമ്മളെപ്പോഴും ആ ഒരു കടം കിട്ടാനും കടം തിരിച്ചടയ്ക്കാനും കടം കിട്ടാനും അങ്ങനെയുള്ള ഒരു മൂഡിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ഒരിക്കലും കടമെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ഒരു ഇൻകത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്കിപ്പോൾ 20,000 രൂപയാണ് ശമ്പളമെങ്കിൽ നമ്മളുടെ മൊത്തത്തിലുള്ള ചിലവ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു 18,000 രൂപയിൽ നിർത്തുക, ഒരു 2,000 രൂപ സേവ് ചെയ്യുക, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. എത്ര ചെറിയ പൈസയ്ക്ക് വേണമെങ്കിലും ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ നാട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ എത്ര പൈസ കിട്ടിയാലും തികയാത്ത രീതിയിൽ ജീവിക്കാനുള്ള അവസ്ഥയും നാട്ടിലുണ്ട്. നമ്മളുടെ ഒരു അവസ്ഥയ്ക്കനുസരിച്ചുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദൈനംദിന ആവശ്യത്തിന് കടമെടുക്കേണ്ടി വരില്ല. പക്ഷേ ദൈനംദിന ആവശ്യത്തിന് കടമെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ കൊറോണയുടെ 1ാം തരംഗത്തിൻ്റെ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, പല ആളുകൾക്കും ഈ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് ജോലി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുകൾ തകരുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ. ആ സമയത്ത് ആളുകൾ ശരിക്കും ഒരു വഴിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ഒഴിവാക്കുന്നതിനായിട്ടാണ് നമ്മളെപ്പോഴും പലതവണ നമ്മളുടെ വീഡിയോകളിലൂടെ പറയാറുള്ളത്, എന്താണ്, ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. കൊറോണയുടെ 1ാം തരംഗം വന്ന പോലെയുള്ള ലോക്ക്ഡൗൺ ഒക്കെ ഇനിയും വരാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ഒരു സാധ്യതകളിൽ നമ്മളുടെ ഇൻകം നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 3 മുതൽ 6 മാസം വരെയുള്ള ഒരു ചെലവിനുള്ള പൈസ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കായിട്ട് സേവ് ചെയ്തുകൊണ്ട് വെക്കണം. അത് എപ്പോൾ വെക്കണം, നമ്മൾക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള ഇൻകം കിട്ടുന്ന സമയത്ത് നമ്മളത് ചെയ്യണം. അല്ലാതെ ഇൻകം പോയി കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാൻ തുടങ്ങാനായിട്ട് പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ രീതിയിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ പൈസ നിക്ഷേപിക്കുക, നമ്മൾ ചെറിയ രീതിയിലുള്ള ഡെപ്പോസിറ്റുകൾ തുടങ്ങുക. അതായത് പോസ്റ്റ് ഓഫീസുകളിലെ മാസ അടവ് ഉള്ള റിക്കറിങ് ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ ബാങ്കുകളിലുള്ള റിക്കറിങ് ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. ഇനിയിപ്പോൾ ബാങ്കിൽ പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ലിക്വിഡായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ ഡെറ്റായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ ഒക്കെ ചെറിയ ചെറിയ തുകകൾ സേവ് ചെയ്ത് വെക്കാം.
അതിൽ വലിയ ലാഭങ്ങളൊന്നും ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരു 5-6% ഒരു വാർഷികമായിട്ടുള്ള നേട്ടം ഉണ്ടാകും. പക്ഷേ അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് ഗുണം ചെയ്യാനായിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ അത് വർക്ക് ചെയ്യുകയും നമ്മളുടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കടമെടുക്കാതെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് പ്ലാനിങ് വഴിയാണ് നമ്മളുടെ ഈ ഒരു ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ട് കടമെടുക്കുന്ന ഒരു മോശം അവസ്ഥയെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. കടം നിങ്ങൾ എടുത്തുകൂടാത്ത രണ്ടാമത്തെ തരത്തിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റിംഗ് ആയിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അസറ്റുകളൊക്കെ വാങ്ങുന്നതിനായിട്ട് കടം എടുക്കരുത് എന്നാണ് പറയുക. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, കാറ്, മൊബൈൽ ഫോൺ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീട്ടുപകരണങ്ങൾ, അല്ലെങ്കിൽ വീടിൻ്റെ മൂടി പിടിപ്പിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കടമെടുത്തുകൊണ്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കടത്തിന് എന്ത് കൊടുക്കണം, ഒരു പലിശ കൊടുക്കുകയും അതേപോലെ തന്നെ നമ്മൾ ആ നടത്തുന്ന കാര്യത്തിന്, ഇപ്പോൾ ഒരു കാറ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ വില ഓരോ വർഷം കഴിയുന്നതോറും കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള 2 തരത്തിലുള്ള നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ ഈ കാർ ലോൺ ഒക്കെ നമുക്ക് 7% കിട്ടുമെങ്കിലും 7-8% ഇപ്പോൾ കാർ ലോണുകൾ കിട്ടാനുണ്ട്. അങ്ങനെ ഒരു 8% കാർ ലോൺ കിട്ടുമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ കാർ മേടിച്ച് പിറ്റേ ദിവസം അത് തിരികെ കൊടുത്ത് മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാലും അതിൻ്റെ ഡിപ്രീസിയേഷൻ തന്നെ ഒരു 10% ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 സൈഡിലും നഷ്ടമാണ്. അതായത് ലോണിൻ്റെ പലിശയും നമ്മൾ അടയ്ക്കണം, കാറിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വാങ്ങാനോ സേവനങ്ങൾ വാങ്ങാനോ ഒന്നും പരമാവധി കടമെടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പൈസയ്ക്ക് ഉണ്ടാക്കുന്നത്, എന്തിനാണ് ചോദിക്കുക. പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. പക്ഷേ അത് നമ്മളൊരു പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചിട്ടികൾ വഴിയോ മറ്റെന്തെങ്കിലും ഒരു നിക്ഷേപങ്ങൾ വഴിയോ ഒക്കെ നിങ്ങൾ അതിനുള്ള പൈസ കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് കാർ ലോണിനും മറ്റുള്ള ഹോം ഇമ്പ്രൂവ്മെൻറ്റ് ലോണിനൊന്നും പോവാതെ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഒരു 3 വർഷത്തിന് ശേഷം ഒരു കാറ് വാങ്ങാനുള്ള പദ്ധതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിലെ ഹൈബ്രിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ ഒക്കെ ചെറിയ രീതിയിലുള്ള SIP തുടങ്ങാം. നിങ്ങൾ ഇതുവരെ SIP തുടങ്ങാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫിനിറ്റി എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് സാധിക്കും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അത് അങ്ങനെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത്തരം ഒരു ലക്ഷ്യങ്ങളിലേക്കുള്ള പണം സ്വരൂപിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾക്ക് 2 തരത്തിലുള്ള ലാഭമാണ്. അതെന്താ, നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങി വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ഒഴിവാകുന്നു, അതേപോലെ തന്നെ ലോൺ അടയ്ക്കുമ്പോൾ വരുന്ന പലിശ ചെലവും നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിലുള്ള കാര്യത്തിനും കൂടെ നിങ്ങൾ കടമെടുക്കരുത് എന്നാണ് പറയുക. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും എടുക്കരുത്. ഈ അടുത്ത് നമ്മളെ ആസ്ക് റുപ്പിയോൺ സർവീസിലേക്ക് ഡയറക്ഷൻസ് കിട്ടാനായിട്ട് ഒരാൾ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചോദ്യം ഇതായിരുന്നു, അതായത് നമ്മൾക്ക് ഇപ്പോൾ ഷെയർ മാർക്കറ്റൊക്കെ അത്യാവശ്യം ലാഭമൊക്കെ തന്ന് ആൾക്കാർക്ക് ലാഭമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗോൾഡ് ഒരു 7% പലിശയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 10-20% ലാഭം കിട്ടിയാൽ മൊത്തം അതിൽ നിന്ന് 7% ഇവർക്ക് കൊടുക്കാനുള്ള പലിശയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 10-12% എൻ്റെ കയ്യിലിരിക്കില്ലേ എന്നാണ് ഒരാൾ ചോദിച്ചത്. അത് ഒരു ഉറപ്പായിട്ടുള്ളൊരു ബുൾ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. അത് വല്ലപ്പോഴും ഉയരും, കുറച്ച് സമയം താഴും, കുറച്ച് സമയം അതേപോലെ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ്. അതായത് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിനനുസരിച്ചാണ് സ്റ്റോക്കുകളിൽ നിന്നുള്ള ലാഭവും നഷ്ടവും കിട്ടുക. അപ്പോൾ നമ്മൾ ഒരു ഗോൾഡ് ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 7% നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ലാഭം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ കമ്പനിക്ക് അടയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ലാഭം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഈ ഇൻട്രസ്റ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ട് വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ലോണുകൾ എടുക്കാനായിട്ട് പോകരുത്. പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു എക്സെപ്ഷൻ വേണമെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴാണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ എംപ്ലോയേഴ്സ് ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകളോ 1% ഇൻട്രസ്റ്റിനോ 2% ഇൻട്രസ്റ്റിനോ ഒക്കെ ലോണുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു ലോണുകൾ കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
ചെറിയ രീതിയിൽ ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ആ ലോൺ തിരിച്ചടയ്ക്കുന്നവരെ എന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ലോൺ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ അത് എത്ര കാലം കൊണ്ട് അടച്ചു തീർക്കേണ്ട ലോണാണെന്ന് ശ്രദ്ധിക്കണം. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഈ കറൻസി വിദേശ രാജ്യത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കറൻസിയും ഇന്ത്യൻ കറൻസിയും തമ്മിലുള്ള വിനിമയ മൂല്യത്തിനുണ്ടാവുന്ന വ്യത്യാസം മനസ്സിലായില്ലേ? അതായത് റുപ്പിയുടെ എപ്രീസിയേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കറൻസിയുടെ അപ്രീസിയേഷൻ നമ്മൾക്ക് ഒരു എക്സ്ട്രാ ചിലവായിട്ട് വരും എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അതായത് 1% നമ്മൾ ഇൻട്രസ്റ്റിന് കിട്ടിയാലും എഫക്റ്റീവ്ലി റുപ്പിയുടെ വില കുറയുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ പൈസ നമുക്ക് ഇൻഡയറക്ട്ലി ചിലവാകുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ആലോചിച്ചിട്ട് വേണം. അപ്പോൾ ഈ 1% എന്നുള്ളത് ചിലപ്പോൾ 3%, 4% ഒക്കെ ആവാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാൽക്കുലേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം. മറ്റൊരു കാര്യം, നിങ്ങൾ തീർച്ചയായിട്ടും ലോൺ എടുത്തുകൊണ്ട് ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്ലർജ് ചെയ്യാനുള്ള ഒരു ഫണ്ട്. അതായത് ഇപ്പോൾ ചുമ്മാ ടൂർ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിദേശയാത്രയ്ക്ക് പോവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആഡംബര വസ്തു വാങ്ങുക, അതിനൊക്കെ ലോൺ കിട്ടാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ കൊറോണയുടെ സീസണിനൊക്കെ മുമ്പ് എപ്പോഴും കാണുന്ന ഒരു ആഡായിരുന്നു ഇപ്പോൾ വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് ലോൺ, അതല്ലാന്നുണ്ടെങ്കിൽ വലിയ കാറുകൾ മേടിക്കുന്നതിനായിട്ട് ലോൺ. ഇതൊക്കെ എങ്ങനെയാണ് ഇത് തിരിച്ചടയ്ക്കുക എന്നുള്ളതും കൂടെ അറിയാത്ത ആളുകൾ പലരും ഈ കാര്യങ്ങളിൽ പോയി കുടുങ്ങിയിട്ടുണ്ട്. അവർ നമ്മൾ എത്രമാത്രം പൈസയ്ക്കാണോ അതെടുത്തത് അതിൻ്റെ ഇരട്ടിയോ അതിലധികമോ അടച്ച് അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശമാക്കിയിട്ടുള്ള കാര്യവും നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്പ്ലർജ് ചെയ്യാനോ ഷോ ഓഫ് ചെയ്യാനോ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും ലോൺ എടുക്കരുത് എന്നാണ് അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ ഒരു ലൈഫ് മെമ്മറീസ് ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ചിലവുകൾ വരുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാത്തിനും ഒരു സെൻസിബിൾ ആയിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് പരമാവധി ലോണുകൾ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഈ കാര്യത്തിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഞാനും 2 ഹോം ലോൺ എടുത്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒന്നല്ല 2 ഹോം ലോണുകളുള്ള ഒരാളാണ്. ഞാൻ ചെറിയൊരു മണ്ടത്തരം ആ വീടുകളുടെ കാര്യത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ ലോണുകൾ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ നിങ്ങളവിടെ കാണാം. ഈ 2 വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക.